എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയമാകുമ്പോൾ അത് സംഭവിക്കും. മറ്റൊരാൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനും അസന്തുഷ്ടനാക്കാനും കഴിയുമെന്ന് ചിന്തിക്കുന്നത് പരിഹാസ്യമാണ്. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ അല്ല, ലോകം ചുറ്റിയ പരിചയമോ അല്ല, മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാകുന്നുവോ അത്രയും വേഗത്തിൽ അവൻ ചിരിക്കുന്നു. പക്ഷേ അവൻ എഴുതുന്നത് മന്ദഗതിയിലായിരിക്കും. എല്ലാ മതങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സത്യമാണ്. ആലങ്കാരികമായി മനസ്സിലാക്കിയാൽ എല്ലാം ഒന്നു തന്നെയാണ്. എന്നാൽ അത് വ്യക്തികളുടെ ഭാവനയിൽ കുടുങ്ങി അവയെ വസ്തുതകളായി വ്യാഖ്യാനിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. മൃദുലമായ ഹൃദയമുള്ള ഒരാളെ വേദനിപ്പിക്കരുത്. കാരണം അമിതമായ ചിന്തകൾ കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ തന്നെ തകർത്തു കളയുന്നു. ലോകമെമ്പാടും അതിരുകൾ ഇല്ലാത്ത സ്നേഹം പ്രസരിപ്പിക്കുക. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. എല്ലാം കൈവശമാക്കുന്നവർക്ക് ആത്യന്തികമായി ജീവിതത്തിന്റെ നിധി നഷ്ടമാകുന്നു. കൈവിട്ടവർ നേടിയെടുക്കുകയും ചെയ്യുന്നു. എവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്? നമ്മൾ എന്തെങ്കിലും വിട്ടുകൊടുക്കുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആകുലത ഒരിക്കലും ഒന്നും നേടില്ല. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. വിമർശനം ഒഴിവാക്കാനുള്ള 3 എളുപ്പവഴികൾ. ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്, ഒന്നും ആകരുത്. മിക്ക സ്ത്രീകളും മറ്റ് സ്ത്രീകളെ എതിരാളികളായാണ് കണക്കാക്കുന്നത്. എന്നാൽ മിക്ക പുരുഷന്മാരും മറ്റെല്ലാ പുരുഷന്മാരെയും അവരുടെ സഖ്യകക്ഷികളായാണ് കാണുന്നത്. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിന്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല. ചിലരുണ്ട്, എത്ര വിഷമിച്ചിരുന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കും. ഒടുവിൽ എല്ലാ ദുഃഖവും മറന്ന് നാം പൊട്ടിച്ചിരിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മൾ ചിന്തിക്കുന്നതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ നമ്മൾ മോശം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നു. നമ്മൾ ആരോഗ്യം കുറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങളുടെ മോശം ഭാവി സാഹചര്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത്. നിങ്ങൾക്ക് വിജയിക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ വിജയിക്കുക. വൈകി വരുന്ന തിരിച്ചറിവുകൾക്ക് കൂട്ടായി സമയം ഒരിക്കലും കാത്തു നിൽക്കാറില്ല. തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഈച്ചകൾ പടർന്നൊഴുകാറില്ല എന്ന് പറയുന്നത് പോലെ തിരക്കുള്ളതും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യനെ മടിയന്മാരായ സുഹൃത്തുക്കൾ അപൂർവമായി മാത്രമേ സന്ദർശിക്കാറുള്ളൂ. ഒരു സാധാരണ ഹോട്ടൽ ജീവനക്കാരനോട് നിങ്ങൾ പെരുമാറുന്ന രീതിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു ധാരണ ലഭിക്കുന്നു. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി കാത്തിരിക്കുന്നത് എന്തുകൊണ്ട്? ഒരു അമ്മ തന്റെ ഏക കുഞ്ഞിനെ ജീവൻ കൊണ്ട് സംരക്ഷിക്കുന്നത് പോലെ എല്ലാ ജീവികളോടും അതിരുകളില്ലാതെ സ്നേഹം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. പിശാച് യോദ്ധാവിനോട് മന്ത്രിച്ചു, നിങ്ങൾക്ക് കൊടുങ്കാറ്റിനെ നേരിടാൻ കഴിയില്ല. യോദ്ധാവ് മറുപടി നൽകി, ഞാൻ തന്നെയാണ് കൊടുങ്കാറ്റ്. ആളുകളുടെ അഭിപ്രായത്തേക്കാൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. സ്ത്രീയും പുരുഷനും വ്യത്യസ്ത രീതിയിൽ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. പുരുഷൻ പ്രവൃത്തിയിലൂടെ പരിഹാരം കാണുമ്പോൾ സ്ത്രീകൾ വൈകാരികമായി സമീപിക്കുന്നു. ജീവിതം ഒരു തവണ മാത്രമേ ഉണ്ടാകൂ. അതിനാൽ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. തങ്ങളോട് അടുപ്പം കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പൊതുവെ അവരുടെ സൗഹൃദ മേഖലയിലേക്കാണ് കൊണ്ടുപോകാറ്.
നിങ്ങൾ മറ്റുള്ളവരെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കി എന്നാണ്. തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ല എന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെടുവാണെന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതമാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സംശയങ്ങൾ മാത്രമായിരിക്കും നാളെയെക്കുറിച്ചുള്ള നമ്മുടെ സാക്ഷാത്കാരത്തിൻ്റെ ഏക പരിധി. നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ സമയമില്ല. ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക, അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ അല്ല. നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണീരിനും കാരണം അവരിൽ നിന്ന് തെളിയിക്കുകയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുക, കാരണം അവർ ക്ഷമ അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ സമാധാനത്തിന് അർഹരായതുകൊണ്ടാണ്. പ്രവർത്തിക്കേണ്ടത് മറ്റൊരാളേക്കാൾ മികച്ചതാകാൻ വേണ്ടിയല്ല, ഇന്നലെ നിങ്ങൾ എന്തായിരുന്നു അതിലും മികച്ചതാകാൻ വേണ്ടിയാണ്. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. മോശം സുഹൃത്തുക്കൾ നിങ്ങളുടെ നിഴലുകളിൽ നിന്ന് വ്യത്യസ്തമല്ല. നിങ്ങളുടെ ഏറ്റവും തിളക്കമുള്ള സമയങ്ങളിൽ അവർ നിങ്ങൾക്ക് ചുറ്റും ചുറ്റിത്തിരിയുന്നു, എന്നാൽ നിങ്ങളുടെ ഇരുണ്ട സമയങ്ങളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. നമ്മുടെ സ്വാർത്ഥതയ്ക്കായി ആരെയും നമ്മൾ തളച്ചിടരുത്. അവരെ അവരുടെ ഇഷ്ടത്തിന് വിടൂ. നമ്മുടേതെങ്കിൽ നമ്മളിൽ തന്നെ നിലനിൽക്കും, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് അകന്നു പോകും. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. കൂടെയുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുക എന്നതാണ് ഇക്കാലത്ത് കിട്ടാവുന്നതിൽ വെച്ച് ബിഗ്ഗസ്റ്റ് അൾട്ടിമേറ്റ് ലക്ക്. സങ്കടത്തെ അത് ഇന്നത്തെ പ്രശ്നമല്ല, അത് ഇന്നലെയുടേതായിരുന്നു. അത് നാളത്തെ നാശമാവരുത്. സാവധാനത്തിൽ നടക്കുന്നവരെക്കാൾ കൂടുതൽ ആത്മവിശ്വാസവും സന്തോഷവും ഉള്ളവരാണ് വേഗത്തിൽ നടക്കുന്നവർ. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരാളുമായി കുറഞ്ഞത് 60 മിനിറ്റ് നേരം സംസാരിക്കുന്നത് നിങ്ങളെ സമാധാനത്തോടെ ഉറങ്ങാൻ സഹായിക്കും. നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. വിജയവും പരാജയവും ജീവിതത്തിലെ 2 സ്ഥിരമല്ലാത്ത അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയോ പരാജയത്തിൽ അഗാധമായി ദുഃഖിക്കുകയോ ചെയ്യരുത്. ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം അവളുടെ ചുണ്ടുകളേക്കാൾ കൂടുതൽ അവളുടെ വികാരങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയും. നെഗറ്റീവ് വ്യക്തികളിൽ നിന്നും അകന്ന് നിൽക്കുക. ഓരോ പരിഹാരത്തിനുമവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അവർ ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര വിദ്യാസമ്പന്നനോ കഴിവുള്ളവനോ ധനികനോ സമ്പന്നനോ കുലീനനോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ആത്യന്തികമായി നിങ്ങൾ എന്ന വ്യക്തി. ആരെങ്കിലും ഒരുക്കിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നമ്മുടെ വഴി നമ്മൾ തന്നെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ സുഹൃത്തിനെ സ്നേഹിക്കുന്നത് വളരെ എളുപ്പമാണ്, എന്നാൽ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാഠം ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ശത്രുവിനെയും സ്നേഹിക്കുക എന്നതാണ്. ഒരു സ്ത്രീ തൻ്റെ പങ്കാളിയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവളുടെ കൂട്ടുകാരനെയാണ്. കാര്യങ്ങൾ എളുപ്പമാകാൻ കാത്തിരിക്കരുത്. ജീവിതം എപ്പോഴും സങ്കീർണം ആയിരിക്കും. ഇപ്പോൾ സന്തോഷവാനായിരിക്കാൻ പഠിക്കുക, അല്ലാത്തപക്ഷം നിങ്ങൾക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന സമയം വളരെ പരിമിതമായിരിക്കും. തങ്ങളോട് അടുപ്പം കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പൊതുവെ അവരുടെ സൗഹൃദ മേഖലയിലേക്കാണ് കൊണ്ടുപോകാറ്. നിങ്ങളോടുള്ള ഒരാളുടെ അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു, എന്നാൽ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയം ആകുമ്പോൾ അത് സംഭവിക്കും. വിഡ്ഢിയാക്കപ്പെടുകയാണെന്നറിഞ്ഞിട്ടും വിഡ്ഢിയായി ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്.
എത്ര പറ്റിക്കപ്പെട്ടാലും പറ്റിച്ചേർന്നു നിൽക്കുന്ന മനുഷ്യർ. ചില സമയങ്ങളിൽ വിഡ്ഢി എന്നതിന് സ്നേഹം എന്നുകൂടി അർത്ഥമുണ്ട്. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. നെഗറ്റീവ് വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കുക. ഓരോ പരിഹാരത്തിനും അവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. കള്ളം പറഞ്ഞത് ഒരു തവണ തിരിച്ചറിഞ്ഞാൽ ആദ്യം പറഞ്ഞ സത്യങ്ങളൊക്കെയും കള്ളങ്ങളാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചു പോകും. അതാണ് മനസ്സ്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കി എന്നാണ്. മോഹിച്ചത് കിട്ടണമെന്നില്ല, പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും.